ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം നമുക്കിന്നൊരു അടിപൊളി ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2-3 കാന്താരി മുളകും ഒരു 250 ml വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട്. അപ്പോൾ ഏകദേശം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ഇപ്പോൾ അതിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, കുരുമുളകുണ്ട്, ജീരകമുണ്ട്, പിന്നെ കാന്താരി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഏത്തപ്പഴം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തവിയും കൊണ്ടൊന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഏത്തപ്പഴം പുളിശ്ശേരിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. ചെറിയൊരു മധുരവും പുളിയും എരിവും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ലൊരു കറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് നല്ലപോലെ തവിയും കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അരപ്പ് നല്ലപോലെ കഴുകി ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ തേങ്ങ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വേവിച്ചെടുക്കണം ചാറ്. ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ വീട്ടിലധികം പുളിയുള്ള തൈര് ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീഡിയം പുളിയുള്ള തൈരാണ് ചേർത്ത് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതിലേക്ക് നല്ലപോലെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചാറ് ഇനിയും കുറച്ചും കൂടി വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 1.25 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിതിൻ്റെ കൂടെ കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ചേർക്കാം. പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മാത്രം താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.